ഞങ്ങളുടെ നാട്ടിൻ്റെ ഏറ്റവും മൂർത്തമായ അവസ്ഥ ക്രിസ്മസ്. കാരണം ആ ഒരു വർഷം മുഴുവൻ ഞങ്ങൾ കാത്തിരിക്കുന്നത് ക്രിസ്മസിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. ക്രിസ്മസ് കാലത്തെ ജീവിതം കാണും. അടിസ്ഥാനപരമായി ഞങ്ങൾ പുത്തൻതോപ്പുകാർ, ഞാൻ പറയാറുണ്ട്, ഞങ്ങൾ പറവകളുടെ മനസ്സും മനുഷ്യൻ്റെ ശരീരമുള്ള ആൾക്കാരെന്നാണ് ഞാൻ എൻ്റെ നാട്ടുകാരെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ അതിരുകളുമായും ആകാശം എന്ന പുസ്തകത്തിൽ ആമുഖത്തിന് ഞാൻ പറയുന്നുണ്ട്. പറവകളുടെ മനസ്സും മനുഷ്യൻ്റെ ശരീരവുമായി ജീവിക്കുന്നതാണ്. അവർ ഇപ്പോഴും ദേശം വിട്ട് പറക്കാനുള്ളൊരു വെമ്പൽ അവരിലുണ്ട്, ആ ഒരു സാഹസികത. പണ്ട് കാലത്ത് ഞങ്ങൾ ആസാം റോഡ് പണിക്ക് വരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോയിട്ടുണ്ട്. ഈ പാർവതി പുത്തനാറിലൂടെ അന്ന് വള്ളങ്ങൾ സഞ്ചരിക്കുകയാണ്, യാത്രാവഞ്ചികൾ. അപ്പോൾ അതിന് പൈസ കൊടുക്കാനില്ലാത്തവർ അതിന് ആ വള്ളത്തിന് സമാന്തരമായ കരയിലൂടെ നടക്കും. അന്ന് ഈ ഓവർ ബ്രിഡ്ജ്, ഇപ്പോഴുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ ആസ്ഥാനമായ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അന്ന് അവിടേക്ക് തലേ രാത്രിയിൽ പുറപ്പെട്ടെങ്കിലേ പിറ്റേന്ന് അവിടെ എത്തുള്ളൂ, വെള്ളമായാലും നടന്നായാലും. അപ്പോൾ അവിടെ എത്തി, അവിടെ റിക്രൂട്ട് ചെയ്യുന്ന ഓഫീസർമാരുണ്ട്. അവിടെ എത്തി അവർ പലരും അവിടെ അപ്ലൈ ചെയ്ത് ചില തിരഞ്ഞെടുക്കും, അവർ പോവും. അവർ ആസാം പണിക്ക് അങ്ങനെ പോയ ആൾക്കാർ അവിടെ നിന്ന് തുടങ്ങുന്നു. കേരളത്തിൻ്റെ പ്രവാസ ചരിത്രവും ഏതാണ്ട് അവിടേക്കാണ് തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവ് അനുസരിച്ച്. അത് കഴിഞ്ഞ് പിന്നെ കൊളംബിലേക്ക് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. അവിടുത്തെ തേയിലത്തോട്ടത്തിലും മറ്റൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൾക്കാർ കുറേ പേര് പോയവർ പലരും തിരിച്ചു വന്നില്ല. അവിടെയൊക്കെ കല്യാണമൊക്കെ കഴിച്ച് അവിടെ ജീവിക്കുന്നു. നമ്മുടെ പ്രിയ കഥാകാരൻ MD വാസുദേവൻ നായർ സാറിൻ്റെ ആ ഒരു കഥയുണ്ടല്ലോ, ആ അദ്ദേഹത്തിൻ്റെ പൂർവികരെ ഒക്കെ പോയി അവിടെ പലരും കൊച്ചിയാനെന്നാണ് അറിയപ്പെടുന്നവരെ. അദ്ദേഹം അവരെ തെരഞ്ഞു പോയ ഒരു കടുകണ്ണാവ യാത്രക്കുറിപ്പ് എന്നുള്ള കഥയിൽ അതൊക്കെ കഥാരൂപത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയ ആളുകൾ ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നു, തിരിച്ചു വരാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ സിംഗപ്പൂർ പ്രവാസം വരുന്നത്. അത് വളരെ ഞങ്ങളുടെ നാട്ടിൽ വളരെ വിപ്ലവാത്മകമായ ഒരു മാറ്റം സൃഷ്ടിച്ചു. ജോലിയൊന്നുമില്ലാതെ, കാരണം കടലിനെ മാത്രം ആശ്രയിച്ചാണ് ആ ഗ്രാമം പുലർന്നിരുന്നത്. കടലിൽ ആദ്യമൊക്കെ മീനുണ്ടെങ്കിലും അതുപോലെ തന്നെ പഞ്ഞമാസങ്ങൾ വരും, പട്ടിണിയും പങ്കപ്പാടുമായിരിക്കും. പുല്ലരിയൊക്കെ വേവിച്ചും കടലിലെ ഉറൽ കരയിലുള്ള അതൊക്കെ തോണ്ടി എടുത്ത് കഴിച്ചുമൊക്കെ ജീവിക്കുന്ന ഭയങ്കരമായ പഞ്ഞമാസം. എൻ്റെ ഓർമ്മയിൽ പോലും അത്തരം കാലങ്ങളുണ്ട്. അതിനു മുമ്പൊക്കെ അതിനേക്കാളും വലിയ പട്ടിണിയും പങ്കപ്പാടുമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സിംഗപ്പൂർ പ്രവാസം പല കുടുംബങ്ങളിലും അടുപ്പ് കത്താനും സാമ്പത്തികമായി ഉയരാനും അങ്ങനെ കുട്ടികളെ വിദ്യാഭ്യാസം നേടാൻ അയക്കാനും അതുവരെ അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ നാടിനെ കുറിച്ച് എനിക്ക് എപ്പോഴും പുതുതോപ്പെന്ന ഗ്രാമത്തെക്കുറിച്ച് ഞാൻ ഇപ്പോഴും കേട്ട ഏറ്റവും ആവേശകരമായ കഥകളിലൊന്ന്, പഠിക്കാൻ കുട്ടികൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് കണിയാപുരത്ത് പോയി ഈ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആളുകൾ സംഘടിച്ച് നല്ല കരുത്തുള്ള ചെറുപ്പക്കാരും വൃദ്ധരും കണിയാപുരത്തു നിന്നൊരു സ്കൂൾ മോട്ടിച്ചുകൊണ്ട് വന്നു. അതിങ്ങനെ തൂണുകളോടുകൂടി പറിച്ച് സംഘം ചേർന്നവരിങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ട് സ്ഥാപിച്ചു. അത് നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ അതിശക്തിയും അക്രമകരമായ ഒരു കഥയായിട്ട് തോന്നാം. പക്ഷേ അത്രയും പഠിക്കാനുള്ള അഭിവാഞ്ച, പഠിപ്പിലൂടെ മനുഷ്യർ ഉയരും. 79 കൊല്ലം മുമ്പ് വായനശാല ഉണ്ടാക്കിയതാണ്. ഞാൻ എൻ്റെ നാടിൻ്റെ വീരസ്യം പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. എൻ്റെ അനുഭവം ഞാൻ പറയുമ്പോൾ അതൊക്കെ വന്നു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സ്കൂൾ കൊണ്ടുവന്നു, അവിടെ സ്ഥാപിച്ചു. പിന്നെ ഈ സിംഗപ്പൂരിൽ പോയി, അപ്പോൾ പലയിടത്തും പൈസ ഉണ്ടായി. അപ്പോൾ അടുത്ത വീട്ടുകാർ അന്വേഷിച്ചു, എങ്ങനെയാണ് പറഞ്ഞു, കയറി വരാൻ പറയും. അപ്പോൾ മദ്രാസ് വഴിയാണ് പോകുന്നത്. മദ്രാസിൽ ചെന്നിട്ട് ഇവിടെ നിന്ന് തീവണ്ടിയിൽ മദ്രാസിൽ പോകും. അവിടെ നിന്ന് കപ്പൽ മാർഗം പെനാംഗ് വഴിയാണ് സിംഗപ്പൂരിലാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ കൂട്ടപ്പലായനം. അപ്പോഴാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന അവിടുത്തെ 2ാം ലോകമഹായുദ്ധം. അപ്പോൾ പലരും അവിടെ ബോംബൊക്കെ ഇട്ടു. ജപ്പാൻ സിംഗപ്പൂരിൽ ബോംബിട്ടു. ഞങ്ങളുടെ നാട്ടിൽ പലരും അപ്രത്യക്ഷരായി. പലരും വേറെ പല സ്ഥലങ്ങളിലൊക്കെ പോയി അഭയം പ്രാപിച്ചു. അങ്ങനെ സയാം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി അകപ്പെട്ടവരുണ്ട്. ചിലരൊക്കെ തിരിച്ചു വന്നു, ചിലർ മരണപ്പെട്ടായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ അതൊരു കണ്ണീർ ഏട് കൂടിയാണ് സിംഗപ്പൂർ എന്നുള്ള ആ ധനപരമായ ഉയർച്ച. ആ സിംഗപ്പൂർ പ്രവാസത്തിലൂടെ അതൊരു കണ്ണീർ ഏട് കൂടിയായി മാറി. സാമ്പത്തികമായ ഉയർച്ച മാത്രമല്ല,
അപ്പോൾ അന്ന് സിംഗപ്പൂരിൽ പോയ ആളുകളാണ് ഈ മക്കളുടെ വിദ്യാഭ്യാസവും അയൽവക്കക്കാരെ കൂടെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ജോലിക്കാരാക്കുക. അതിനെല്ലാം ഒപ്പം നിന്നിട്ടാണ് അവർ ജയ്ഹിന്ദ് വായനശാല സ്ഥാപിക്കുന്നത്. കുറച്ച് ചെറുപ്പക്കാർ, വിപ്ലവങ്ങളായ ചെറുപ്പക്കാർ നാട്ടിലുണ്ടായിരുന്നു. അവർ ഈ വിദേശത്തെ കത്തുകളായി സിംഗപ്പൂരുകാരോട് പറഞ്ഞ് ഞങ്ങൾക്ക് ധനസഹായം വേണം. അപ്പോൾ അവിടെ ഒരു കുടുംബം അവിടെ ഉണ്ടായിരുന്ന 1/2 ഏക്കർ പുരയിടം വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുകയും വിദേശത്തു നിന്ന് സിംഗപ്പൂരോടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധനം സമാഹരിച്ച് വളരെ വലിയൊരു കെട്ടിടം ഇന്നുണ്ട്. ഹാളും ഓഫീസും ഇന്നുമുണ്ട്. അന്ന് വലിയ രീതിയിൽ എനിക്ക് ഓർമ്മയുണ്ട്. KN മണിക്കർ സാറൊക്കെ അവിടെ വന്ന് പ്രസംഗിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ വായനശാലയും കെട്ടിടം ഇന്നുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സിംഗപ്പൂർ ജനത ഇവിടുന്ന് കൂടുതൽ ആൾക്കാർ നേവൽ ബേസിലൊക്കെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത് അന്ന്. ഇവിടെ നിന്ന് പോകുന്നത് ബ്രിട്ടീഷുകാരുടെ നേവൽ ബേസ്. അപ്പോൾ അവിടെ നിന്ന് അവർ കമ്പനി അടച്ചുപൂട്ടുകയും 2 ഓപ്ഷൻ കൊടുത്തു. നാട്ടിൽ പോകുന്നവർക്ക് നാട്ടിൽ പോവാം, അല്ലെന്നുള്ളവർക്ക് ഞങ്ങളുടെ കൂടെ ലണ്ടനിലേക്ക് വരാം. അങ്ങനെ കുറേ കുടുംബങ്ങൾ അവിടെ നിന്ന് ലണ്ടനിലേക്ക് കുടിയേറി. ഒട്ടനവധി കുടുംബങ്ങളുണ്ടായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ നേവൽ ബേസിൽ ജോലി ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ അവർ അങ്ങനെ ലണ്ടനിൽ പോയി കുറേ ആളുകൾ അവിടെ കുടിയേറി, അവിടെ ജീവിച്ചു. അത് സിംഗപ്പൂർ പ്രവാസത്തിൻ്റേത് ലണ്ടൻ പ്രവാസമായി മാറി. പിന്നെ ഇപ്പോൾ പിൽക്കാലത്ത് പലരും അമേരിക്ക, ഫ്രാൻസ്, ഓസ്ട്രേലിയ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറി പലരും. ഇപ്പോൾ വിദ്യാർത്ഥികൾ വീണ്ടും വലിയ രീതിയിൽ അങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി അവരെല്ലാം ഇവിടെ ഇപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ശരി, ക്രിസ്മസ് ആകുമ്പോൾ അവർ നാടിനെ ഓർക്കുകയും അവർ നാട്ടിലെത്തിച്ചേരാൻ എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ നാട്ടിലെത്തിച്ചേരാൻ വേണ്ടി തയ്യാറെടുക്കുകയും വന്ന് എത്തിച്ചേരുകയും ചെയ്യും. എന്നിട്ട് ഈ ആഘോഷങ്ങളിലെല്ലാം പങ്കുചേർന്ന് കരയും കടലും ആകാശവും ഒരു ക്രിസ്മസിൻ്റെ വേദിയാക്കി ആഹ്ലാദിക്കുന്നു. അത് ഞങ്ങളുടെ നാട്ടിൽ മാത്രം ആണ് ഇത്രയും വലിയ ആഘോഷങ്ങളുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ മറ്റവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല. അത് കടലിലേക്ക് കൂടി അവരത് പരിവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയ സവിശേഷതയായി തോന്നിയിട്ടുണ്ട്.